ഉണ്ടോ ഇപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമോ വാങ്ങാൻ? ഉണ്ടെങ്കിൽ മതി കേട്ടോ. മാത്രമല്ല താത്താരെ ചിലപ്പം തിരുത്തും ചെയ്യും. താത്താരൊക്കെ പൈസ ഉണ്ടാവില്ല കേട്ടോ. അത് ചെറിയ കുട്ടിയൊക്കെ മനസ്സിലാവും. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പക്ഷെ കുറേ വലുതായി ഇത് ശീലിച്ചതൊന്നും നേരത്തെ സുലായി പറഞ്ഞ പോലെ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞിട്ട് അതെന്താ ഇല്ലാന്ന് എനിക്ക് കിട്ടിയേ മതിയാവൂ. അതെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ മക്കളെ ഉണ്ടല്ല ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, നമ്പർ ലവേഴ്സ് ആക്കി മാറ്റണം. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഞാൻ പോകുമ്പോൾ തന്നെ അറിയോ, മക്കളെ നിങ്ങളെ ബഡ്ജറ്റ് ഇതാണ് 100 രൂപ. ചില സമയത്ത് ഞാൻ ഐറ്റത്തിന് ഇത്ര ഐറ്റം എടുക്കാൻ പറ്റും, 100 രൂപ 3 ഐറ്റം. അവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് പ്രൈസ് നോക്കും, അല്ലെങ്കിൽ 100 രൂപ ഒരു ഫ്ലാറ്റ് ബഡ്ജറ്റ് അങ്ങ് കൊടുക്കും. അപ്പൊ എന്റെ ചെറിയ മോളുണ്ട്, ആകെ 4 വയസ്സ് 5 വയസ്സാ. ആളെന്തെന്നറിയോ, പ്രൊഡക്റ്റ് എടുത്ത് വന്നിട്ട് മൂത്താവോട് ചോദിക്കും, ഇത് എത്ര പൈസ? അപ്പൊ ഇത്ര പൈസ ബാക്കിയുണ്ടല്ലേ? ഓക്കെ. സോ ഈ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലോ അവരെന്ത് ചെയ്യും, അവരുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. സോ ഇത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളത് എന്താ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. ഇനി നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ മാറണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതെ, ഒരു സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഈ സാമ്പത്തിക അച്ചടക്കം ശരിക്ക് എപ്പോഴാണ് കിട്ടേണ്ടത്? ഒരുപാട് പണം ചെലവഴിച്ച് ജീവിതത്തിലെല്ലാം തൊലഞ്ഞ അവസാനം ഇനി ഒരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നിടത്തല്ലല്ലോ വേണ്ടത്. അത് ശരിക്കും ഒരു കൾച്ചറായി രൂപപ്പെട്ട് വരേണ്ടത്. അതിൻ്റെ പ്രധാന പങ്ക് ആർക്കാ? രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അവിടെ എല്ലാം തൊലഞ്ഞിട്ട് എന്ന് പറയുന്നതിന് മുമ്പ് വേറെ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരു ചെറുപ്പത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ആളുകളും ആ രൂപത്തിലാണ് ചിന്തിക്കുക. ഏതായാലും കല്യാണമൊക്കെ കഴിയട്ടെ, അവന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആ ഒരു കൺസെപ്റ്റ് പല ആളുകൾക്കുണ്ട്. എപ്പോഴെന്നറിയോ, ഈ പറഞ്ഞ പോലെ ഒരു ചെലവഴിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ഒന്നും ഒരു കണക്കും കാര്യമില്ലാതെ, പിന്നെ ഒരു നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാം. ഒരു 20 വയസ്സ് 25 വയസ്സിൻ്റെ ഇടയിലൊക്കെ കുട്ടികൾക്ക് ഏതായാലും ഉണ്ടാവും. നമ്മൾ കൈ അഴിഞ്ഞ് കുട്ടികൾക്ക് പൈസ അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കും. ഒരു 100 രൂപ വേണം, ആയിക്കോട്ടെ 100 രൂപ കൊടുക്കാം. നമ്മളിപ്പോൾ എന്താ ചിന്തിക്കുകയല്ലേ, ഇപ്പം എൻ്റെ വാപ്പ അല്ലെങ്കിൽ നമ്മളെ വാപ്പയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വേണ്ടിയിരുന്നു പ്രയാസത്തിലും, അത് പെങ്ങന്മാരുണ്ടാവും, വേറെ മക്കളുണ്ടാകും, അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ കുറഞ്ഞ കൂലിയിൽ അവർക്ക് പിന്നെ ഇത് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ച സമയത്ത് നമ്മൾ വാപ്പയിൽ നിന്നിട്ടില്ല, നമുക്ക് വേണ്ടത്ര തന്നിട്ടില്ലായിരുന്നു എന്നാണ് ന്യായം പറയാം. നമ്മൾ ന്യായമോ ന്യായീകരണമോ അല്ലേ? എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഏതായാലും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കുന്നത് അങ്ങോട്ട് കൊടുക്കാം എന്ന് പറയുന്നൊരവസ്ഥയിൽ കുട്ടികൾ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഞാൻ എന്ത് ചോദിക്കുന്നോ അതെൻ്റെ വാപ്പ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അവർ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ നമ്മളിങ്ങനെ അവരുടെ ചിലവിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സമ്പാദ്യശീലമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കിയാൽ മതി. അപ്പോൾ അറിയാം, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മളുടെ മനോഗതിയാണ് അവർ ചിലവഴിക്കുന്നതിൻ്റെ അവരുടെ മനസ്ഥിതി. നമ്മൾ രൂപത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്. ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പാപ്പാനോട് ഒക്കെ ചിലവാക്കണ്ട കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആവശ്യത്തിന് മാത്രം ചിലവാക്കിയാൽ മതി. 50 അവൻ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, നമ്മളെന്ത് ചെയ്യും, 100 എടുത്ത് കൊടുക്കും. അപ്പം ഞാനാണെങ്കിലും നമ്മൾ രക്ഷിതാക്കൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളൊക്കെ മനസ്ഥിതി അതുണ്ടാവും. ഇത് നമുക്ക് ചെറുപ്പത്തിൽ എന്തായാലും കിട്ടിയില്ല, അപ്പോൾ ഇനി ഇവർ എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 50 ചോദിക്കുമ്പോൾ 100 കൊടുക്കും. ഒന്നുകിൽ തിരിച്ചു വരുന്ന സമയത്ത് അപ്പാണ്ടിക്ക് ആ 50 ചോദിച്ചിരുന്നത്, ഞാൻ 100 തന്നിരുന്നല്ലോ, ബാക്കി 50 എന്താ ചെയ്ത്, അത് വാപ്പയൊന്നും ചോദിക്കാറില്ലല്ലോ, ഞാനതും കൂടെ ചിലവാക്കി എന്ന് പറയുന്നിടത്തേക്ക് കുട്ടികൾ മാറുന്നുണ്ടോ എന്ന് നന്നായി നമ്മൾ രക്ഷിതാക്കൾ നോക്കണം. ഒന്നത്. രണ്ടാമത്, ഇപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മൾ കേട്ടല്ലോ, നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മളെ ബഡ്ജറ്റ് ഇത്രയാണ്. ഇപ്പം ഏതൊരവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും, ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുക എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് എങ്ങനെയായിരുന്നു, മറ്റൊരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു പൈസ നമ്മളെ മണി ബോക്സിലിട്ട് വെച്ച് കൂട്ടി വെച്ച് ഒരു വർഷത്തെ സമ്പാദ്യം അടുത്ത ടൂറിന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി വെച്ചിരുന്നു നമ്മൾ, അല്ലേ, ഉണ്ടായിരുന്നു. അതെന്താ കാരണം? ഉപ്പാൻ്റെ കൂടെയോ കുടുംബത്തിൻ്റെ കൂടെയോ ഒന്നും ഒരു ട്രിപ്പ് പോകാൻ കഴിയാത്തൊരവസ്ഥ അന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും കുടുംബത്തിലെ ഒരു കല്യാണത്തിന്, അതും 10-15 കിലോമീറ്റർ ദൂരെയുള്ള കുടുംബത്തിലൊരു കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു അന്ന്. കാരണം എന്താ, ഒരു ബസ് കയറിയൊക്കെ പോവുക, അല്ലെങ്കിൽ ഒരു ജീപ്പിലൊക്കെ പോവുക, എന്നിട്ട് കല്യാണമൊക്കെ കൂടി വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവേശമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടൂർ പോകുക എന്നുള്ള സംഭവം അത് സത്യത്തിൽ എന്തിനാ? ഇങ്ങനെ ഒരു മനസ്ഥിതിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കുടുംബത്തോടൊപ്പം പോകുമ്പോൾ കഴിയാത്ത കുറേ മേളകളുണ്ട്, മേളങ്ങളും അത് പൂർത്തീകരിക്കാനാണ് സത്യം പറഞ്ഞാൽ സ്കൂളിലെ ടൂർ എന്ന്. സ്കൂൾ ടൂർ ഉദ്ദേശിക്കുന്നത് അത് എന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടികൾ അവരുടെ മനസ്ഥിതി അതാണ്. എന്ത് ടൂറിന് പോകുമ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? ഞാൻ ടൂർ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ
അവർക്ക് അങ്ങനെയാണ് നമ്മൾ പറയുമ്പോഴേക്ക് എടുത്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ രൂപത്തിലൊരു ശ്രദ്ധയും കരുതലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ എത്ര തന്നെ കൊടുത്താലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. എനിക്ക് തന്നെ അറിയാവുന്ന മക്കളുണ്ട്. ഇപ്പം ചെറിയ കുട്ടികൾ പിന്നെ വാപ്പ കൊടുക്കുന്ന ബസ് ചാർജ് ഉണ്ടല്ലോ, സ്കൂളിലേക്ക് പോകുന്ന ബസ് ചാർജ്, അത് ശീലമാക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. ഇത് CT കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനും സ്കൂളിലേക്ക് പോകാനും കൊടുക്കുന്ന 5 രൂപ. ഈ 5 രൂപ എന്ത് ഇവർ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകിൽ ഇവർ ചങ്ങാതിമാരൊപ്പം നടക്കും, ഇല്ല എങ്കിൽ കാണുന്ന ബൈക്കിന് ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകും. അത് ഞാനത് തുടക്കം തന്നെ ഞാൻ പറയാൻ കാരണം അങ്ങനെ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ചില കുട്ടികൾ അതിൻ്റെ അവരുടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവൻ 5 രൂപ അങ്ങോട്ടും 5 രൂപ അങ്ങോട്ടും, ഡെയിലി 10 രൂപ അവന് വണ്ടിക്കൂലി വേണം. പിന്നെ എന്തെങ്കിലും ഉമ്മയോ വാപ്പയൊക്കെ അവൻ്റെ കയ്യിൽ മിഠായി വാങ്ങുന്ന പൈസകൾ കൊടുക്കാറുണ്ട്. ഇവൻ എന്ത് ചെയ്യും, സ്ഥിരം അധിക ദിവസവും, സ്ഥിരം എന്നുള്ള വാക്കല്ല, അധിക ദിവസവും ഇവൻ ഈ പൈസ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മണി ബോക്സിലിടും. എന്നിട്ട് ഒരു വർഷത്തെ അവൻ്റെ സമ്പാദ്യം ഈ എടുത്തു വെച്ച പൈസ അവൻ്റെ ഉറ്റ കൂട്ടുകാരന് പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. വെരി ഗുഡ്. വാപ്പാനോട് കുറിച്ച് അതൊരു ശൈലിയാണ്, കുട്ടികളുടെ ഓരോരുടെ ചിന്തയാണ്. അതന്നെ വേണമെന്നൊന്നല്ല ഞാൻ പറയണത്. നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്, സമ്പാദ്യശീലം ഉണ്ടാക്കുക, ഒപ്പം ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുക. ചില കുട്ടികൾ സമ്പാദിക്കാൻ മാത്രമേ പഠിക്കുള്ളൂ, എത്രയായാലും ചിലവഴിക്കാൻ അവരെ കയ്യിൽ നിന്ന് കിട്ടൂല. അങ്ങനെയും പാകാൻ പാടില്ല. എല്ലാം ഒരു പാകത്തിന് ചിലവഴിക്കാനും അറിഞ്ഞ് ചിലവഴിക്കാനൊക്കെ. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വോയിസിൽ നമ്മൾ കേട്ട കുറേ ആംഗിളുകളുണ്ട് ഇതിന്. ഏത് വാപ്പാൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതും അതിലൊരു ശബ്ദം ഉണ്ടല്ലോ, വാപ്പാൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 100 രൂപയിലധികം നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അത് വാപ്പാക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. അല്ല, അത് കുട്ടികളാവുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. കുട്ടികളായിരുന്ന സമയത്ത് വലുതാവുമ്പോഴാണ് മനസ്സിലാവാതെ വരുന്നത്. അതെ. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ മോനെ 3.5 വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇതിങ്ങനെ പറയുമ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയാം. അപ്പോൾ എനിക്ക് തോന്നി ഈ പറയണൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ ആ മിഠായി, ചിലപ്പോൾ അത് ഇത് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ പറഞ്ഞു, ഉപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഉണ്ടാവുമ്പോൾ വാങ്ങിയാൽ പോരെ. അപ്പോൾ ഒന്ന് മുതുക്ക് നോക്കി ഇങ്ങനെ നോട്ട്, ആണോ ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേറെ ഉപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മതിട്ടോ, ഉണ്ടെങ്കിൽ മതിട്ടോ, ഉണ്ടോ ഉപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമോ വാങ്ങാൻ, ഉണ്ടെങ്കിൽ മതിട്ടോ. മാത്രമല്ല താത്താരെ ചിലപ്പോൾ തിരുത്തും ചെയ്യും, താത്താരെ പൈസ ഉണ്ടാവില്ല കേട്ടോ. അത് ചെറിയ കുട്ടിയൊക്കെ മനസ്സിലാവും, എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പക്ഷെ കുറേ വലുതായി ഇത് ശീലിച്ചതൊന്നും നേരത്തെ സുലായി പറഞ്ഞ പോലെ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞിട്ട് അതെന്താ ഇല്ലാന്ന് എനിക്ക് കിട്ടിയാൽ മതിയാവും. അതെ, അവിടത്തേക്ക് എത്തണം. മാത്രമല്ല പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താ, ഇപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ്. ഒരു കല്യാണ പ്രായമൊക്കെ എത്തുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ മിക്കവാറും ഒന്നും ഉണ്ടാവില്ല, എല്ലാം ചിലവഴിച്ച് ശീലിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് കുറച്ചൊക്കെ എടുത്ത് വെച്ച് ശീലിച്ചവരെന്ത് ചെയ്യും, അവൻ്റെ ആ സ്വന്തം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മിക്കവാറും കല്യാണത്തിന് ശേഷമാണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് അവൻ സാമ്പത്തിക അച്ചടക്കം, അത് ചിലവഴിക്കുന്നതിലും വാങ്ങുന്നതിലും തിരിച്ചു കൊടുക്കുന്നതിലും അതുപോലെ തന്നെ സ്വരൂപിച്ച് വെക്കുന്നതിലും ഒക്കെ ഒരു ശ്രദ്ധ ഉണ്ടാകും. അത് നമ്മളൊന്നും അതിൽ 100% പെർഫെക്റ്റ് ആയിട്ടല്ല ഈ പറയുന്നത്, എങ്കിലും അത് വലിയൊരു സംഭവമാണ്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവമാണ്. ചിലവഴിക്കാൻ പറഞ്ഞ അതേപോലെ തന്നെ തനിക്ക് വേണ്ടി കരുതി വെക്കാനും റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു പോളിസി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ തകർന്നു പോകുന്ന അവസ്ഥ വരും. കാരണം നമുക്ക് പിടിച്ചാൽ കിട്ടാത്തോടത്ത് എത്തണം അവസാനം. അതെ, നമ്മളെ ആവശ്യങ്ങൾ കൂടും. എന്താണ് ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്യില്ല, നമ്മൾ ചിന്തിക്കപ്പെടില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ 100 രൂപക്കുള്ള സാധനം 3 എണ്ണം എടുത്തോളേ, 3ന്റെ അപ്പുറം നിങ്ങൾ ആവശ്യമല്ല. 3 വരെ എടുത്താൽ തന്നെ നിങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ആ സാധനം ഇട്ട് കൊടുക്കുന്നത്, ആവശ്യം ഇത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്തതാണ്. അനാവശ്യം എന്ന വാക്ക് വേണ്ട, ആവശ്യത്തിനപ്പുറത്തുള്ളതാണ്. ഇതിലൊരു 4-5 പോയിന്റുകൾ നമുക്കെല്ലാം ചേർത്ത് ജസ്റ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഒന്ന് സുലൈ പറഞ്ഞ പോലെ ഒരു പോക്കറ്റ് മണി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. എന്നിട്ട് അവരനുഭവത്തിലൂടെ പഠിക്കണം ഈ പണം ചെലവഴിക്കാനുള്ളതും സൂക്ഷിക്കാനുള്ളതുമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. എന്നിട്ട് ഈ തുക വെച്ചിട്ട് അവനോട് എങ്ങനെ ഒരു ബജറ്റ് ഉണ്ടാക്കണം എന്ന് കുട്ടീനെ പഠിപ്പിക്കാം. അതിലൊരു പോയിന്റ് അതാണ്, അത് എങ്ങനെ സ്പെൻഡ് ചെയ്യാം, എത്ര സൂക്ഷിച്ചു വെക്കാം എന്നുള്ള കാര്യം. രണ്ടാമത്തെ സേവ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്നുള്ള സംഗതി. അതായത് ഈ 3 ഭാഗമായിട്ട് ഇതിനെ പ്രത്യേക ഭാഗങ്ങളായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ വേണം, പണം കരുതിയിരിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ആവശ്യമുള്ള കുറച്ച് വെച്ചിട്ട് ആവശ്യം വരുന്ന
സമയങ്ങളിൽ അതിൽ നിന്ന് അവൻ എടുക്കാൻ പറ്റും. പിന്നെ ചെലവഴിക്കാൻ പറ്റുള്ളത്, ഉദാഹരണത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചില മിഠായി വാങ്ങണം, അവൻ്റെ കയ്യിൽ നിന്നുള്ള തന്നെ എടുക്കുക. അപ്പോൾ അവൻ്റെ കയ്യിലിരിപ്പുള്ളൊരു പൈസ കൊണ്ട് അവൻ മിഠായി വാങ്ങി ആ കുട്ടിയിലേക്ക് അത് കിട്ടും. മറ്റൊന്ന് ഷെയറിങ്. ഇത് എനിക്കുള്ളത് എൻ്റെ കാര്യം മാത്രമല്ല, വേറെ ആൾക്ക് കൊടുക്കാൻ ഒരു ഷെയറിങ് മൈൻഡ് കുട്ടിയിലുണ്ടാക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ എമ്പതറ്റിക് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തെ കാര്യം നീഡ്സും വാണ്ട്സും വേർതിരിക്കുക എന്നുള്ളതാണ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നാണ് നീഡ്സ്. ആഗ്രഹങ്ങൾ ഉണ്ടാവും, വാണ്ട്സ് ഉണ്ടാവും. പൈസ മുഴുവൻ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടി ചിലവഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആവശ്യം നോക്കിയിട്ടേ ചിലവഴിക്കാവൂ എന്നുള്ള. അതിൽ ചിലപ്പോൾ കുട്ടിയുടെ ചർച്ച ചെയ്യേണ്ടി വരും. കുട്ടിയുടെ വസ്ത്രമായിരിക്കും ചിലപ്പം നീഡ്സ് ഉണ്ടാവുക, ഒരു ആവശ്യമായിട്ട് വേണ്ട കാര്യം ഉണ്ടാവും. ആ വസ്ത്രത്തിന് തടസ്സമായിട്ട് അവൻ്റെ വാണ്ട്സുകൾ വരരുത്, ആഗ്രഹങ്ങൾ വരരുത്, ആ ഒരു ചിന്ത. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ശരിക്കും ലീഡ് ബൈ എക്സാമ്പിളാണ്. ഒരു നല്ലൊരു മോഡലിങ്. അത് ബാപ്പ അല്ലെങ്കിൽ ഉമ്മ പണം ചെലവഴിക്കുന്നിടത്ത് കുട്ടി ശ്രദ്ധിക്കൂ. ഇത് തോന്നൊക്കെ വാങ്ങുന്ന ഒരാളല്ല. അതിൽ ഒരു അച്ചടക്കമുണ്ട് എന്നുള്ള കുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു പണത്തെക്കുറിച്ച് സംസാരിക്കണം കുട്ടികളോട്. ഒന്നും മിണ്ടാതിരിക്കും, പൈസൻ്റെ കാര്യം ഒന്നും കുട്ടീൻ്റെ പറയില്ല. അപ്പോൾ അവിടെ ചിലത് ഇത്രയൊക്കെയാണ് ഇപ്പച്ചിക്ക് വരുന്ന വരുമാനം, ഇങ്ങനെയൊക്കെ ഉള്ളത്. നമുക്ക് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് വാങ്ങാം. കുറച്ചുകൂടി ആത്മീയമായി പറയാം. നമുക്ക് നല്ല കാര്യങ്ങൾ ചിലവഴിക്കാനൊക്കെ പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങൾ ഉണ്ടാവണം. ശരിയായ അപ്പം സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സമ്പാദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഇതൊക്കെ കുട്ടികളെ ശരിക്കും എന്ത് ചെയ്യണം, ഇസ്ലാമികമായ കൾച്ചറിലൂടെ പണത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം.